ഹലോ ഗൈസ്, ഐ എം മനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് LPSൻ്റെ റാങ്ക് ലിസ്റ്റ് സെപ്റ്റംബർ 1 പബ്ലിഷ് ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞുടനെ തന്നെ എന്ത് വരും? ഓപ്ഷൻ രജിസ്ട്രേഷൻ വരും. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ആ സീറ്റ് കൂടെ നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവാതെ വരും. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഓരോ കോളേജിലും എത്ര ആണ് ലാസ്റ്റ് കയറിയിരുന്ന മാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മാർക്കും നമ്മുടെ റാങ്കും എത്രയാണ്, നമുക്ക് ഇഷ്ടമുള്ള കോളേജുകൾ ഏതൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതൊരു കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന കോളേജ് എന്ന് പറയുന്നത് ടോപ്പ് കോളേജസ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ടോപ്പായിട്ടുള്ള കോളേജസിൽ ഈ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ജനറൽ കാറ്റഗറി വരുമ്പോൾ കിട്ടുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. സോ നിങ്ങളുടെ മാർക്ക് വരുന്ന കോളേജുകൾ ചിലപ്പോൾ ഒരു ഏവറേജ് കോളേജുകളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ താല്പര്യമില്ലാത്ത കോളേജുകളായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് കുറഞ്ഞു കിട്ടുക, അതായത് ഒരു 280 ബിലോ വരുന്ന, അതായത് 280 ബിലോ വരുന്ന കുട്ടികളൊക്കെ ഒരു ആവറേജ് കോളേജിൽ വയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം, ആദ്യത്തെ 3 അലോട്ട്മെൻറ്റിൽ എന്തായാലും നല്ല മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞ് വരുന്നതിലാണ് ഈ മാർക്ക് കുറഞ്ഞ കുട്ടികളെ നമ്മൾ അഡ്മിഷനിലൂടെ എടുക്കുകയുള്ളൂ, LPS ജനറൽ കാറ്റഗറിയിൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് ആവറേജ് കോളേജുകൾ. നമ്മുടെ മാർക്ക് എങ്ങനെ വരും, ആ ഒരു എവിടെ കിട്ടും എന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനത്തെ കോളേജുകൾ ആദ്യം വയ്ക്കുക. അല്ലാതെ എല്ലാവരും കൂടെ, അതായത് മാർക്ക് കുറഞ്ഞ കുട്ടികളോട് ചെന്ന് ഈ വലിയ ടോപ്പ് കോളേജസ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാണ്. നമ്മൾ ഓരോ കോളേജിനെ പ്രയോറിറ്റൈസ് ചെയ്തിരുന്നേരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ മാർക്ക് ഉള്ളവർ അവർക്ക് പറ്റുന്ന ടോപ്പ് കോളേജസുകളെല്ലാം വയ്ക്കുക, കാരണം അവർക്ക് കിട്ടും. മാർക്ക് കുറച്ച് കുറഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലും ആവറേജ് കോളേജുകൾ ആദ്യം വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടോപ്പ് കോളേജസ് വെച്ചോളും, കുഴപ്പമില്ല. നമുക്കറിയാം LBSൽ എത്ര കോഴ്സും എത്ര കോളേജുകളും വേണമെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം BSc നഴ്സിംഗിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിരുന്നു വന്നത്. അത് കഴിഞ്ഞായിരുന്നു പാരാമെഡിക്കലിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ 275 മാർക്കുള്ളൊരു കുട്ടി, 275 മാർക്കുള്ളൊരു കുട്ടി, ആ കുട്ടി പഴയ അലോട്ട്മെൻറ്റ് ലിസ്റ്റുകളെല്ലാം എടുത്ത് നോക്കുമ്പോൾ 275 മാർക്ക് ഏത് കോളേജിലാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കി ആ കോളേജുകളെ ആദ്യം കയറ്റി വെച്ച് അതിന് ശേഷം മാത്രം വയ്ക്കാം. എങ്ങനെ? ജനറൽ കാറ്റഗറി ആയിരിക്കും. ഇനിയിപ്പോൾ റിസർവേഷനുള്ള കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കാരണം റിസർവേഷൻ ബേസിൽ അവർ മുന്നോട്ട് കയറി വരാൻ ആയിട്ട് ചാൻസ്. പിന്നെ മാർക്ക് വളരെ കുറഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ പുറത്ത് ഒരു സീറ്റ് ബുക്ക് ചെയ്തിടുക, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ വിത്ത് ഡൊണേഷൻ ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും കോളേജുകളിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്തിടുക. അലോട്ട്മെൻറ്റ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റെല്ലാം ഫില്ലായി പോവും. മാനേജ്മെൻറ്റ് സീറ്റാണെങ്കിലും ചില സമയങ്ങളിൽ ഡൊണേഷൻ എല്ലാം കൂടാൻ ചാൻസ് ഉണ്ട്. സോ മാർക്ക് തീരെ കുറഞ്ഞ കുട്ടികൾ എല്ലാം പുറത്തൊരു സീറ്റ് ബുക്ക് ചെയ്തിടുക, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നാട്ടിലൊരു മാനേജ്മെൻറ്റ് സീറ്റ് ബുക്ക് ചെയ്തിടാം. ഇപ്പം ഞാൻ പറഞ്ഞൊരു ട്രിക്ക് എന്ന് പറഞ്ഞത്, മാർക്ക് ഒരു ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് അലോട്ട്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ആവറേജ് ആയിട്ടുള്ള കോളേജുകളിൽ ആദ്യം വയ്ക്കുക. എന്നിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.